ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. കിച്ചണിൽ നിന്നും തന്ത്രപരമായി ജോലിക്കാരെ മാറ്റുകയാണ് അനഘ. സച്ചിക്കും അച്ചുവിനും കുടിക്കാനായി പാൽ അനത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം ഒരു പൊടിയുമായി അനഘ നിൽക്കുന്നു. ആരും കാണാതെ തന്നെ ആ പൊടി ആ പാലിൽ കലർത്തുകയാണ് അനഘ. ഇത് കേട്ട് അവന്തിക പറയുന്നു, ഇതൊക്കെ വർക്കൗട്ട് ആവുന്ന എന്തുറപ്പാ ഉള്ളത്? എന്നെക്കാൾ ഉറപ്പ് ചേച്ചിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ കല്യാണത്തിന് ചേച്ചി അങ്ങനെ ചെയ്തത്? അനഘ അവന്തികയോട് പറഞ്ഞപ്പോൾ അന്ന് കല്യാണ സംഭവത്തിൽ നടന്ന കാര്യങ്ങൾ അവന്തിക ആലോചിക്കുന്നു. അനഘയ്ക്ക് കൊടുത്ത അതേ പൊടി തന്നെയാണ് ഇന്ന് സച്ചിക്കും അർച്ചനയ്ക്കുമായി അനഘ കരുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തന്ന മയക്കുപൊടി കൊണ്ട് അതേ നാണയത്തിൽ ഒരു തിരിച്ചടി അർച്ചന ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. നാളത്തെ 7 മണിക്കുള്ള ഫ്ലൈറ്റിൽ സച്ചിയേട്ടനും അർച്ചനയും പോവില്ല. ഒരു ഉറക്കം എഴുന്നേൽക്കാൻ തന്നെ 10 മണി കഴിയും. പിന്നീട് അവർ പോവാതെ നോക്കേണ്ടത് ചേച്ചിയാണ് എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, ആ കാര്യം ഞാൻ ഏറ്റു. 7 മണിവരെ നീ അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അനഘ പറയുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് അവർ കുടിക്കാൻ പോകുന്ന പാലിലുണ്ട് അവരുടെ യാത്രയെ തടയാനുള്ളതെല്ലാം. പാല് കുടിച്ച് രണ്ടുപേരും സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. ഡൽഹിയിൽ പോയിട്ട് ഈ വീടിന്റെ പുറത്തു പോലും അർച്ചന പോവില്ല. അതിന് അനഘ സമ്മതിക്കത്തുമില്ല. ചേച്ചിയുടെ ആഗ്രഹം പോലെ അവൾക്ക് വിധിച്ചിട്ടുള്ളത് ഇവിടുത്തെ അടുക്കളയാണ്. അവൾക്ക് ഡൽഹിയും കാശ്മീരും സിംഗപ്പൂരും എല്ലാം ഇതേ അടുക്കള തന്നെയാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞവളല്ലേ, അതുപോലെ മറ്റൊരു ഗ്ലാസ്സിൽ ഞാനും അവളുടെ സ്വപ്നത്തെ തടയിട്ടു. അത്ര തന്നെ. ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കോ. ശുഭവാർത്തയുമായി ഞാൻ രാവിലെ എത്തും. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അനഘ പോകുന്നു. ഇതേ സമയം മുറിയിലാണെങ്കിൽ അർച്ചന വലിയ സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സച്ചി അവിടേക്ക് വരുന്നുണ്ട്. നാളത്തെ യാത്രയെ കുറിച്ചായിരുന്നു അർച്ചന പറഞ്ഞുകൊണ്ടിരുന്നത്. സച്ചിയുടെ മുഖം കണ്ടിട്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സച്ചിയേട്ടാ, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അത് അർച്ചന, തനിക്ക് വിഷമമൊന്നും ഉണ്ടാക്കരുത്. നാളത്തെ നമ്മുടെ യാത്ര ക്യാൻസൽ ആയിപ്പോയി, മീറ്റിംഗ് മാറ്റിവെച്ചെന്ന്. ഇത് വളരെ സങ്കടത്തോടെ സച്ചി അർച്ചനയോട് പറഞ്ഞപ്പോൾ അർച്ചനയ്ക്കും വിഷമമാവുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് സച്ചി ചോദിക്കുന്നു. സാരമില്ല സച്ചിയേട്ടാ, ഇതിപ്പോ നമ്മുടെ കുഴപ്പം കൊണ്ടല്ലോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മൾ പോവുകയാണെന്നൊക്കെ താൻ എല്ലാവരോടും പറഞ്ഞതല്ലേ, ഇനി അവരുടെ മുന്നിൽ താൻ നാണം കെടില്ലേ? അർച്ചന പറയുന്നു, ഷോ അതോർത്ത് സച്ചിയേട്ടൻ വിഷമിക്കേണ്ട, എപ്പോഴായാലും നമുക്ക് പോവാല്ലോ. തനിക്ക് വിഷമമൊന്നുമില്ലേ എന്ന് സച്ചി വീണ്ടും ചോദിച്ചപ്പോൾ ഇല്ല, ഡൽഹിയിലായാലും ഈ മുറിയിലായാലും സച്ചിയേട്ടനൊപ്പം ഉണ്ടല്ലോ എന്നുള്ള സമാധാനമേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് സച്ചി ചോദിക്കുന്നു. സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് സച്ചിയെ അർച്ചന അവിടെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് സച്ചിയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ തോളിൽ ചാരിയിരിക്കുകയാണ് അർച്ചന. സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ഒരിടത്തും പോവാതെ സച്ചിയേട്ടനതെ ഇങ്ങനെ നോക്കി ഇവിടെ ഇരിക്കാനാ. സച്ചി ചോദിക്കുന്നു, അപ്പൊ എനിക്ക് ഓഫീസിലൊന്നും പോണ്ടേന്ന്. അർച്ചന വീണ്ടും പറയുന്നുണ്ട്, വേണ്ട, എവിടെയും പോണ്ട, എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി. ഡൽഹിയും വേണ്ട, എങ്ങും വേണ്ട. സച്ചി പറയുന്നു, എങ്കിലേ ഞാനിത് വെറുതെ പറഞ്ഞതാ, തന്നെ പറ്റിക്കാനായിട്ട്. ഡൽഹിയുണ്ട്, നമ്മൾ അവിടെ പോകുന്നുണ്ട് എന്ന് സച്ചി പറഞ്ഞതും പെട്ടെന്ന് അർച്ചന അവിടെ നിന്നും എണീറ്റ് അല്പം മാറി നിൽക്കുന്നു. മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ട്, ചെറിയൊരു പിണക്കം പോലെ. എനിക്ക് വിഷമമായോ എന്ന് സച്ചി അച്ചുവിനോട് ചോദിച്ചപ്പോൾ ആദ്യം അർച്ചന ഒന്നും മിണ്ടുന്നില്ല. ണോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, സോറി, വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്നൊക്കെ അർച്ചനയുടെ കയ്യിൽ പിടിച്ച് സച്ചി പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ നിന്ന് അർച്ചന ബെഡിലേക്ക് പോയിരിക്കുന്നു. അതും ഒന്നും മിണ്ടാതെ. പിന്നെയും പിണക്കം മാറിയില്ലേ? എനിക്കൊരു അബദ്ധം പറ്റിയതാടോ, താനൊന്ന് ക്ഷമിക്കടോ. എന്നിട്ട് സച്ചി ഏത്തിടാൻ തുടങ്ങിയിരിക്കുന്നു. അത് കണ്ട് അർച്ചന തിരിഞ്ഞു നോക്കുന്നു പുഞ്ചിരിയോടെ. 10 ഏത്തം ഇട്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് സച്ചി. എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നു രണ്ടുപേരും ഒന്നിച്ച്. ഏത്തമിട്ട് കഴിഞ്ഞ് ചിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് അർച്ചന. ഓഹോ, അങ്ങനെയാണോ, എങ്കിൽ ശരി എന്നെ സച്ചി പറയുന്നുണ്ട്. അർച്ചന ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, ഡോറും അടച്ചിരിക്കുന്നു. ഓയോ എന്ന് ടെൻഷനോടെ അർച്ചന വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എണീറ്റ് നോക്കുകയും ചെയ്യുന്നു. അങ്ങോട്ട് പോയി നോക്കിയ സമയം പെട്ടെന്ന് അതാ സച്ചി വന്ന് അർച്ചനയുടെ മുന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് വന്നതുകൊണ്ട് അർച്ചന ഒന്ന് പേടിച്ചു. ഇനിയും പിണക്കം മാറിയില്ലേ? റിയലി സോറി, ഇനി എന്തുണ്ടായാലും നാളെ നമ്മൾ പോയിരിക്കും എന്ന് സ്നേഹത്തോടെ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട്. ഇതേ സമയം ജോലിക്കാരി പാലുമായി സച്ചിയുടെയും അർച്ചനയുടെയും അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനഘ മറിഞ്ഞു നിന്നത് ശ്രദ്ധിക്കുന്നു. അർച്ചന വീണ്ടും ചോദിക്കുന്നു, അപ്പോ മീറ്റിംഗ് ഇനി ശരിക്കും മാറ്റി വെച്ചാലോ? അപ്പോഴും നമ്മൾ പോകും, അതിന് ഇനി ഒരു തടസ്സമില്ല എന്ന് സച്ചി. ശരിക്കും എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്ന് സച്ചിയും. അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുന്നു. ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അച്ചു ബാത്റൂമിലേക്ക് പോകുന്ന സമയം പാലുമായി ജോലിക്കാരി ഇവരുടെ വാതിൽക്കൽ മുട്ടി. സച്ചിയാണ് വാതിൽ തുറന്നത്. അർച്ചന കുഞ്ഞ് എന്ന് അവര് പറഞ്ഞപ്പോൾ അർച്ചന ഇവിടെ ഉണ്ട് എന്ന് സച്ചി പറയുന്നു. ഇങ്ങ് തന്നേക്ക് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അയ്യോ അത് എന്ന് പറഞ്ഞ് അവരൊന്നും അടിച്ചു നിന്നു. താ ചേച്ചി, സാരമില്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് സച്ചി അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങി. സച്ചി അതും കൊണ്ടുപോയി ആ ടേബിളിന്റെ മുകളിലായി വെച്ചു.
ആ പാലിലാണ് ഈ പൊടി കലർത്തിയിരിക്കുന്നത്. ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു. അവന്തിക നല്ല ഉറക്കം. അനഘ അവന്തികയുടെ മുറിയിലേക്ക് വന്നിട്ട് വാതിലിന് മുട്ടുന്നു. വാതിൽ അടച്ചിട്ടില്ല, തുറന്നോ എന്ന് അവന്തിക വിളിച്ചു പറയുന്നു. അങ്ങനെ അനഘ മുറിയിലേക്ക് കയറി വന്നു. ചേച്ചി ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നോ എന്ന് അനഘ പറഞ്ഞപ്പോൾ ഇത്രയും രാവിലെ ആയോ എന്ന് അവന്തിക ചോദിക്കുന്നു. ദേ സച്ചേട്ടനും അർച്ചനയെടുത്തേയും അവിടെ ഇതുവരെ വാതിൽ തുറന്നിട്ടില്ല എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട്. ഓ അത് ശരിയാണല്ലോ, എന്റെ പ്ലാനൊക്കെ വർക്കൗട്ട് ആയോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഘ പറയുന്നുണ്ട്. പാലിൽ ഞാൻ കലക്കിയ പൊടിയുടെ ഹാങ് ഓവറിൽ രണ്ടുപേരും ഇതുവരെ എണീറ്റിട്ടില്ല. ഡൽഹിയിൽ പോകുന്നത് പോയിട്ട് ഇന്ന് ആ മുറിയുടെ പുറത്തിറങ്ങുന്നത് പോലും എനിക്കറിയില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി അവര് പോകാതെ നോക്കേണ്ട ജോലി ചേച്ചിയുടേതാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു. ഇന്നലെ രാത്രി നീ ഉറപ്പൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത്ര വിശ്വാസം തോന്നിയില്ലായിരുന്നു. ഇപ്പോഴാ ഒരു സമാധാനമായത്. ദേ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്ക് തന്നെയാണ്. ഇത്ര സിമ്പിളായിട്ടാണ് നീ അവരുടെ യാത്ര തടഞ്ഞത്. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും എളുപ്പം നടക്കില്ലായിരുന്നു. കൺഗ്രാറ്റ്സ് മോൾ ആൻഡ് താങ്ക് യു വെരി മച്ച്. അനഘ പറയുന്നു. ഇതൊരു തുടക്കം മാത്രമല്ലേ ആവുന്നുള്ളൂ ചേച്ചി, ഇനി എന്തെല്ലാം കിടക്കുന്നു. ചേച്ചിയെ പലവട്ടം നാണം കെടുത്തിയതിന്, എന്റെ വിവാഹം മുടക്കിയതിന്, അങ്ങനെ എന്തെല്ലാം പ്രതികാരങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. അതിന്റെ ഒരു സാമ്പിൾ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. ചേച്ചിക്ക് മുകളിലല്ല, ചേച്ചിയുടെ തോളോട് തോൾ എത്താനുള്ള അർഹത പോലും ഇല്ല അവൾക്ക്. എന്റെ ചേച്ചി അവന്തികയെ പോലെ അവന്തിക മാത്രം മതി. ഈ തലയെടുപ്പ് എന്നും ഇങ്ങനെ തന്നെ വേണം. അതിനാരും തടസ്സം നിന്നാലും അവരോട് ആദ്യം പോരിനിറങ്ങുന്നത് ഈ അനഘയായിരിക്കും. അവന്തികയ്ക്ക് വേണ്ടി ചാവാനും മടിയില്ലാത്ത സ്വന്തം ചോരയിൽ പിറന്ന അനഘ എന്നൊക്കെ അനഘ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ കിച്ചണിൽ ഇരിക്കുകയാണ് കമല. അതിനവിടേക്ക് വന്നിട്ട് അമ്മയെ ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? സച്ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കമല പറയുന്നു. അവർ ഇന്നല്ലേടി പോവെന്ന് പറഞ്ഞത്, ചിലപ്പോ പോയിട്ടുണ്ടായിരിക്കും. അവര് ഇറങ്ങാൻ നേരമായില്ലല്ലോ എന്ന് ആതിര പറഞ്ഞപ്പോൾ അവര് ചിലപ്പോ പോവാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമെന്ന് കമല പറയുന്നുണ്ട്. ഇനി രണ്ടും കൂടി കിടന്നുറങ്ങിപ്പോയോ എന്തോ എന്ന് ആതിര പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട്. സച്ചി ഉറങ്ങിയാലും എന്തായാലും അർച്ചന ഉറങ്ങാൻ പോകുന്നില്ല. ഇന്ന് പോന്നോണ്ട് ആ പെണ്ണ് ഉറക്കവേ കാണില്ല. എന്നാലും എനിക്കെന്തോ എന്നൊക്കെ ആതിര ടെൻഷനോടെ ഇരുന്നപ്പോൾ കമല പറയുന്നു. അതിന് നീ ടെൻഷൻ ആവണ്ട, അവിടെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാ പോരെ. ഒരു കാര്യം ചെയ്യ്, ആ സ്നേഹി ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക, അപ്പൊ അറിയാലോ കാര്യം എന്ന് കമല പറഞ്ഞപ്പോൾ ഉടൻ ആതിര അങ്ങോട്ടേക്ക് ഫോൺ ചെയ്യാണ് സ്നേഹയെ. സ്നേഹ പറയുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ആതിരെ, എന്നിട്ട് ഞാൻ ഉടനെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ മുറിയിൽ തട്ടുകയാണ് സ്നേഹ. സച്ചേട്ട എടുത്തേ എന്ന് പറഞ്ഞ് കുറെ നേരം ഡോറിനെ തട്ടി വിളിക്കുന്നുണ്ട് സ്നേഹ. അനഘ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു. എന്താ നീ കഥകിന് തള്ളി പൊളിക്കുന്നത്? സച്ചേട്ടനും ഏട്ടത്തെയും എഴുന്നേറ്റില്ല എന്ന് തോന്നുന്നു എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അവര് കുറച്ചും കൂടി ഉറങ്ങട്ടെ. അതിന് നീ എന്തിനാ അവരെ വിളിച്ചുണർത്തുന്നത്? ഇന്നാണ് ഏട്ടനും ഏട്ടത്തിക്കും ഡൽഹിയിൽ കോൺഫറൻസിന് പോവാനുള്ളത് എന്നെ സ്നേഹ പറഞ്ഞതും അവന്തിക പറയുന്നു. അയ്യോ അത് ശരിയാണല്ലോ. അങ്ങനെ ഇവരെ കാണിക്കാൻ വേണ്ടി അവന്തികയും സച്ചിയെയും അർച്ചനയും വിളിക്കുന്നുണ്ട്. വാതിലിന് മുട്ടുന്നു. എണീക്ക്, ഡൽഹിക്ക് പോകേണ്ടത് ഇന്നല്ലേ സച്ചി. അവരിപ്പോഴെങ്കിലും എഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സ്നേഹയെ കാണിക്കാൻ വേണ്ടി അവന്തിക വാതിൽ മുട്ടുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് അനഘ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ടെൻഷനോടെ സ്നേഹ ചോദിക്കുന്നു. എന്ത് ചെയ്യാൻ, ഉറക്കൊക്കെ തെളിഞ്ഞു വരട്ടെ എന്നെ സ്നേഹ പറയുന്നുണ്ട്. എന്നെ അനഘ പറയുന്നു. എന്തായാലും ഉറക്കൊക്കെ തെളിഞ്ഞു വന്നാലും അവർക്കിനി ഫ്ലൈറ്റ് മിസ്സാവുകയുള്ളൂ. ഫോണിൽ വിളിച്ചു നോക്കിയോ എന്ന് അനഘ പറയുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആണെന്ന് ആതിര പറഞ്ഞതെന്ന് സ്നേഹ പറയുന്നു. അനഘ പറയുന്നു. ഇനി അവരെ വിളിച്ച് തൊണ്ടയിലെ വെള്ളം വരിച്ചിട്ട് എന്താ കാര്യം? അനഘ വീണ്ടും സ്നേഹയോട് പറയുന്നുണ്ട്. ആ സമയം സന്ദീപ് അവിടേക്ക് വന്നു. സന്ദീപ് ഏട്ടനെയും ഏട്ടത്തെയും വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ഇന്ന് അവർക്ക് ഡൽഹിയിൽ മീറ്റിങ്ങിന് പോവേണ്ട ദിവസം. കുറെ വിളിച്ചിട്ട് അവർ കേൾക്കുന്നില്ല എന്ന് സ്നേഹ പറഞ്ഞപ്പോ അവന്തിക പറയുന്നുണ്ട്. കോൺഫറൻസിന് പോയില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അതിന് നീ ഇത്ര ടെൻഷൻ ആവുന്നത് എന്തിനാ? അത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്. നിങ്ങളാരും ടെൻഷൻ ആവണ്ട, ഏട്ടനും ഏട്ടത്തെയും എപ്പോഴേ പോയി. അത് കേട്ട് ഞെട്ടലോടെ അവന്തികയും അനഘയും നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് സ്നേഹയ്ക്ക് സമാധാനമാകുന്നത്. പോയോ എവിടേക്കെന്ന് അനഘ ചോദിച്ചപ്പോൾ ഡൽഹിക്കെന്ന് സന്ദീപ്. ദേഷ്യത്തോടെ അവന്തിക അനഘയെ നോക്കുന്നുണ്ട്. ചമ്മി നിൽക്കുകയാണ് അനഘ. അവരെ രണ്ടുപേരെയും എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ടാ ഞാൻ വരുന്നതെന്ന് സന്ദീപ് പറയുന്നു. ഈ സമയം വളരെ സന്തോഷത്തോടെ അർച്ചനയും സച്ചിയും എയർപോർട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഫ്ലൈറ്റിലും കയറി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം സ്നേഹ പറയുന്നുണ്ട്. ഇപ്പോഴും ഒരു ആശ്വാസമായത്. ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഏട്ടത്തി. പക്ഷി ഇന്നലെ ഉറങ്ങിയ മട്ടില്ല. എന്നെ വെളുപ്പിനെ വിളിച്ചുണർത്തി. പിന്നെ എടുത്തി ഏടത്തിയുടെ കയ്യിൽ തരാൻ പറഞ്ഞു അർച്ചന എടുത്തി. എന്തെങ്കിലും ആവശ്യമുള്ള പേപ്പേഴ്സ് എടുക്കാനുണ്ടെങ്കിൽ എടുക്കാനും പറഞ്ഞു. എന്നിട്ട് സന്ദീപും പോയി, സ്നേഹ താഴേക്കും പോയി. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അനഘ വിചാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ജോലിക്കാരിയായ അമ്പിളി ചേച്ചി ആ മുറിയിൽ പാൽ കൊണ്ടുവച്ചിരുന്നു. ബാത്റൂമിൽ പോയി ഇറങ്ങി വന്ന അർച്ചന സച്ചിയോട് ചോദിച്ചിരുന്നു. ഇത് ആരാ ഇവിടെ വെച്ചേക്കുന്നെന്ന്. അമ്പിളി ചേച്ചി കൊണ്ടുവച്ചതാണ് എന്ന് സച്ചി പറഞ്ഞതും എന്തോ ഒരു സംശയം
തോന്നുന്നുണ്ട് അർച്ചന. ഞാനല്ലേ ഇന്നും അടുക്കളയിൽ പോയി പാലെടുത്തോണ്ട് വരാറ്, ഇന്നെന്താ ഒരു പ്രത്യേകത എന്ന് അർച്ചന ആലോചിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.